മഹത്വമുണ്ടാവട്ടെ. അനേക വർഷങ്ങളായി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പലയിടങ്ങളിലായി കടന്നുപോയി സുവിശേഷവും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള സന്ദേശവും ബോധവൽക്കരണവും ഒക്കെയായി ലിവിൻ വേ മിനിസ്ട്രി നടത്തി വരുന്നതായ പരസ്യയോഗമാണ് ഈ നെടിയകാല ചാവടി ജംഗ്ഷനിൽ ആയിരിക്കുന്നത്. ഞങ്ങളിവിടെ കടന്നു വന്ന സമയം മുതൽ ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്നവനും വീണ്ടും വരുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നു പ്രാർത്ഥിച്ചു, പാട്ടുകളൊക്കെ പാടി നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് അല്പസമയം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നതായ സമാധാനത്തെയും സന്തോഷത്തെയും നിത്യതയെയും കുറിച്ച് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. സ്നേഹിതരെ, ഈ ലോകത്തിൽ നല്ല ഒരു ജീവിതം കാഴ്ചവയ്ക്കാൻ വേണ്ടി എല്ലാ നിലകളിലും നാം കഷ്ടപ്പെടുകയാണ്, പാടുപെടുകയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ജനിച്ച് വളർന്നു വരുന്നത് മുതൽ വിദ്യാഭ്യാസം ചെയ്യുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഔദ്യോഗികമായി ജോലികൾ ലഭിക്കുന്നു. നമ്മൾ ഉന്നതമായ ജോലിയിലും ഉപജീവന മേഖലകളിൽ കഠിനാധ്വാനങ്ങളും ബിസിനസ്സുകളും മറ്റുമൊക്കെയായി നാം മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്ന ആയുസ്സിൽ കുടുംബജീവിതങ്ങൾ, തലമുറകൾ, ഇങ്ങനെ നാം വിജയകരമായ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് വളരെ തത്രപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ദിവസം മരണം വഴിയായി നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണെന്ന്? നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിക്കുവാനിടയായിട്ടുണ്ടോ? നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ചിന്തിച്ചിട്ടില്ല എങ്കിലും ഇന്നീ സായം വേളയിൽ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകുമെന്ന്. അതേ, മരണാനന്തര ജീവിതത്തിൽ നാം ചെന്നെത്തപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് നിത്യസ്വർഗം, അല്ലെങ്കിൽ നിത്യനരകം. ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നാം ചെന്നെത്തിയേ മതിയാകും. എന്നാൽ നാം ജീവനോടിരിക്കുമ്പോൾ, നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, നമുക്ക് നല്ല ഓർമ്മശക്തി ഉള്ളപ്പോൾ, അത് നാം മരണാനന്തര ജീവിതത്തിൽ എവിടെ എത്തണമെന്നുള്ളത് ചിന്തിക്കേണ്ടതും അതിനായിട്ട് ഒരുങ്ങേണ്ടതുമാണ്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്കതിനായി കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ പിന്നെയും ഒരവസരം കൂടി സുവിശേഷം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരമൊരുക്കിയതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പാപമില്ലാതെ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച്
വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ കടന്നു വരും, പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ യേശുക്രിസ്തു ഇതേ നിമിഷം വരെ വരാതിരിക്കുന്നത് കൊണ്ട് സമയം ഇനിയും തീർന്നു പോയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളോട് അറിയിക്കുന്ന ഈ സത്യസുവിശേഷം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ഈ സത്യസുവിശേഷം ആരാണ് കേൾക്കേണ്ടത്? ആർക്കു വേണ്ടിയുള്ളതാണ്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഇത് ക്രിസ്ത്യാനികൾ മാത്രം ശ്രദ്ധിക്കേണ്ടതാണോ? അത് വിശുദ്ധ വേദപുസ്തകത്തിൽ, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും എല്ലാവരും ഈ സത്യം കേട്ടേ മതിയാകൂ. ഈ സത്യം ആരും കേൾക്കാതിരിക്കരുത്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും വേണ്ടില്ല. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് കേൾക്കണം. എന്തുകൊണ്ടെന്നാൽ മരണാനന്തരം ഒരു ന്യായവിധി നമുക്കുണ്ട്. ദൈവകൽപ്പനകളെ അനുസരിക്കാതെ മനഃപൂർവമായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് ദൈവം അരുതെന്ന് കൽപ്പിച്ചതൊക്കെയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമായ, ആലയമായ നമ്മുടെ വിശുദ്ധ ശരീരങ്ങളെ ദൈവം വസിപ്പാൻ നമ്മൾ സാധാരണ പറയാറുണ്ട്. ആമേൻ. മോസ്കുകളിലോ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒന്നും ദൈവം വസിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഹൃദയത്തിലാണ് ദൈവം വസിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ദൈവത്തിൻ്റെ ആലയമായ, ഭവനമായ, ദൈവവാസയോഗ്യമായ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയോടും കൂടി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടേതായ ഉത്തരവാദിത്വമാണ്. വിശുദ്ധിയില്ലാത്ത, മലിനമായ, അശുദ്ധി നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശുദ്ധനായ ഒരു ദൈവം വസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതേ മദ്യവും കഞ്ചാവും പുകവലിയും ദുർമാർഗ ജീവിതങ്ങളും അസൂയായും പിണക്കവും കുലപാതകവും പിടിച്ചുപറിയും വ്യഭിചാരവും ഒക്കെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന പങ്കുലമായ പാപം കുടികൊള്ളുന്ന ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുകൊണ്ടാണ് ശുദ്ധവേദ പുസ്തകം പറയുന്നത്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. അത് നിങ്ങളുടെ പാപ വഴികളെ വിട്ട് മാനസാന്തരപ്പെടുവാൻ ഈ സായവേളയിലും ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. നമ്മൾ എത്ര കായിക ശേഷിയുള്ളവരായാലും, എത്ര സമ്പത്തുള്ളവരായാലും, എത്ര ഈ ലോകത്തിൽ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരായാലും, അധികാരങ്ങളുണ്ടെങ്കിലും ഔദ്യോഗികമായ പദവികളുണ്ടെങ്കിലും, പ്രിയരെ, ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. നിങ്ങളും ഞാനുമായവർ ഒരു ദിവസം മരിക്കും. നമ്മുടെ പദവികളും നമ്മുടെ കായിക ശേഷികളും നമ്മുടെ അറിവും നമ്മുടെ ബഹുമാനങ്ങളും എല്ലാം ഇവിടെ നിന്ന് നഷ്ടപ്പെടും. അത് മരണാനന്തരം മണ്ണാങ്കട്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചു പോകുക. അത് സ്വർഗത്തേക്ക് പോകണമെന്ന്, നിത്യജീവൻ പ്രാപിക്കണമെന്ന്
നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് മതസ്ഥനായാലും ഏതു ജാതിക്കാരനായാലും വേണ്ടില്ല, നിങ്ങൾ മാനസാന്തരപ്പെടണം, മനം തിരിയണം. നിങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്തുകൊണ്ട് ദൈവിക തേജസ് നഷ്ടപ്പെട്ടവനായി, പാപിയായി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയത്? ദൈവം അരുത്, ചെയ്യരുതെന്ന് കൽപ്പിച്ച ദൈവിക പ്രമാണങ്ങളെ, ദൈവിക നിയമത്തെ ലംഘിച്ചതുകൊണ്ടാണ് ആദിമ മനുഷ്യനായ ആദം ദൈവം വിലക്കപ്പെട്ട ഒരു പഴം പറിച്ചു ഭക്ഷിച്ചു. താൻ തോട്ടത്തിൽ നിന്ന് പുറത്തായപ്പോൾ, അവൻ പാപിയായി തീർന്നപ്പോൾ പാപത്തിന് തക്ക ശിക്ഷ ദൈവം നൽകുവാനിടയായി തീർന്നു. ഏക മനുഷ്യന്റെ ലംഘനത്താലാണ് പാപിയായ മനുഷ്യൻ ഇന്ന് ജീവിക്കുവാൻ വേണ്ടി വളരെയധികം പാടുപെടുന്നത്, അധ്വാനിക്കുന്നത്. അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. സ്നേഹിതരെ, നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായ ഒരു ദൈവ തേജസ് അവൻ മടക്കി നൽകുവാനാണ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മാനവന്റെ രക്ഷയ്ക്കായി, മാനവ കുലത്തിൽ മനുഷ്യനായി പിറക്കുമാറാക്കിയത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവൻ കടന്നു വന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം പിതാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതെ, യേശു ദൈവപുത്രനായിരിക്കെ, പാപമില്ലാത്തവനായിരിക്കെ, പാപികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ മരത്തിൽ ആമേൻ പാപിയെപ്പോലെ ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. ക്രൂശിൽ മരണം വരിച്ച് അടക്കപ്പെട്ട് യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 500-ലധികം പേർക്ക് അവൻ പ്രത്യക്ഷനായി. താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തന്നെ വെളിപ്പെടുത്തി. 40-ലധികം ദിവസം അവൻ ശിഷ്യന്മാർക്കും അവൻ തന്നെ അനുഗമിച്ച അനേക അനുകാരികൾക്കും പ്രത്യക്ഷനായി. 500-ലധികം പേർ നോക്കി നിൽക്കെ ആകാശമേഘങ്ങളിലൂടെ സ്വർഗത്തേക്ക് കരേറിപ്പോവുകയുണ്ടായി. അതേ ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കെ സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു അതെ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരുമെന്ന് അരുളി ചെയ്യുവാൻ തക്കവണ്ണമിടയായി. യേശു ക്രിസ്തു മാനവന്റെ രക്ഷയ്ക്കു വേണ്ടി ഈ ലോകത്തിൽ അവൻ കടന്നു വന്ന് ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു. പാപം കൂടാതെ പാപിയെപ്പോലെ അവൻ നിയമങ്ങൾക്ക് മുമ്പിൽ അവൻ വിധിക്കപ്പെട്ട് അവൻ ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയെങ്കിൽ ഇനി തനിക്കായി കാത്തിരിക്കുന്ന ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്
യേശുക്രിസ്തുവിനു വേണ്ടി ഹൃദയം സമർപ്പിച്ച ദൈവമക്കൾക്കു വേണ്ടി, പാപം ഇല്ലാതെ ജീവിക്കുന്നവർക്കു വേണ്ടി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ മംഗളമണിനാഥമാണ് നാം ഇന്ന് ലോകത്തിലെമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്നതായ ആമേൻ സംഭവങ്ങളും ആമേൻ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആമേൻ അനുഭവങ്ങളും. ഇന്ന് ലോകത്തിന് സമാധാനമില്ല, മനുഷ്യർക്ക് സമാധാനമില്ല, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല. മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നില്ല, അമ്മയപ്പന്മാർ മക്കൾക്ക് മാതൃകയായി ജീവിക്കുന്നില്ല. ഒരിക്കലും മനുഷ്യർക്ക് കേൾക്കുവാനോ കാണുവാനോ പാടില്ലാത്തതായ വലിയ തിന്മകൾ, കൊള്ളരുതായ്മകൾ, അക്രമങ്ങൾ, കുലപാതകങ്ങൾ, മോഷണങ്ങൾ, വ്യഭിചാരങ്ങൾ, മറ്റുള്ളവരെ ദോഷപ്പെടുത്തേണ്ടതിനായിട്ട് അവൻ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മോശമായ പ്രവൃത്തികൾ ഒക്കെയും നാം കാണുമ്പോൾ ഇത് മറ്റൊന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ആമേൻ സ്തോത്രം അടയാളങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നതെന്ന് മനസ്സിലാക്കണം. വൈറസ് രോഗങ്ങൾ, ഇവ ഒന്നിൽ നിന്നും തന്നെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയത്തില്ല. ആമേൻ നാം ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്തത് പുറകെ ആമേൻ കടന്നു വരുന്നു. സ്നേഹിതരെ, ഇനി താമസമിന് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ആമേൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ഞാനും നിങ്ങളും അവൻ നിത്യതയിൽ ചേർക്കപ്പെടണമെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ അവൻ വാഴണമെങ്കിൽ, ഇന്ന് ഈ സായംവേളയിൽ നിങ്ങൾ കേൾക്കുന്ന ഈ സുവിശേഷ സന്ദേശത്തിലൂടെ താങ്കൾ ഒരു പാപിയാണെന്നും എൻ്റെ പാപത്തിനു വേണ്ടി അവൻ സ്തോത്രം യേശുക്രിസ്തു ഒരു പാപിയെപ്പോലെ അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു എനിക്ക് വേണ്ടി, അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കഷ്ടമനുഭവിച്ചു, അവൻ പാപങ്ങളെ കുഴിച്ചിട്ടുകൊണ്ട് കല്ലറയിൽ അടക്കപ്പെട്ടുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വാസത്തോടെ ഏറ്റുപറയുകയും എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പറയുമ്പോൾ, നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായാലും രക്താംബരം പോലെ ചുവപ്പായാലും ഹിമത്തോളം വെള്ളയാക്കി തീർക്കുവാൻ, പഞ്ഞു പോലെയാക്കി തീർക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയും. സ്നേഹിതരെ, ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അല്ലാതെ, ആമേൻ യേശുക്രിസ്തുവിൻ്റെ ആമേൻ ആമേൻ രക്തം മുഖാന്തരമല്ലാതെ നമ്മുടെ നേർച്ച കാഴ്ചകൾക്കോ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടുള്ള തീർത്ഥാടനങ്ങൾക്കോ മെഴുകുതിരി കത്തിക്കലിനോ സാമ്പ്രാണി കത്തിക്കലിനോ വെടി വഴിപാടുകൾ നടത്തുന്നതിലൂടെയോ ഒന്നിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണോ? അത് മദ്യപാനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്ത അവസ്ഥയാണോ? അതിന് വേണ്ടുന്ന ചികിത്സകൾ ചെയ്തിട്ട് അതിനൊരു വ്യത്യാസം വരാതിരിക്കുന്ന അവസ്ഥയാണോ? കടഭാരമാണോ? പൈശാചിക ബന്ധനമാണോ? രോഗത്തിൻ്റെ പിടിയിലാണോ നിങ്ങൾ? ഞങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ല. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ, അവൻ നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ ശാന്തമാക്കുവാൻ, ആശ്വാസം പകരാൻ, രോഗസൗഖ്യം നൽകാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങൾ സാക്ഷികളായി നിന്നുകൊണ്ടാണ് നിങ്ങളുടെ നടുവിൽ ഇത് വിളിച്ചു പറയുന്നത്. ഈ ശബ്ദം ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഏത് നാൽക്കവലയിലും രണ്ടുപേർ കൂടുന്നിടത്തും ആമേൻ ഹല്ലേലൂയ ആമേൻ വ്യക്തിഗത സുവിശേഷീകരണത്തോടെയും പറയുവാൻ ഞങ്ങൾക്ക് ലജ്ജയില്ല. ഇത് ഞങ്ങളെ ആമേൻ സ്തോത്രം നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് ആരും കാശു തന്ന് ആമേൻ ചെയ്യിപ്പിക്കുന്നതല്ല. ആമേൻ സ്തോത്രം. ആമേൻ ഈ സന്ദേശം
അവൻ നിങ്ങളോട് അറിയിക്കണമെന്നുള്ള വലിയ നിർബന്ധം ഞങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയായി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ആമേൻ പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതേ, ഒരു ശിക്ഷാവിധി അതേ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അവൻ മേൽ നമുക്കുണ്ട്. ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കപ്പെടണമോ? ആമേൻ, സ്തോത്രം. ഇന്ന് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക്, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കേ. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ആമേൻ മരണാനന്തരം ആമേൻ നാം ചെയ്യുന്ന ആമേൻ പ്രവൃത്തികൾക്കനുസൃതമായ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസൃതമായ ഒരു ന്യായവിധിക്ക് മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. എന്നാൽ അന്ന് നിങ്ങളുടെ അരയുടെ ഏപ്പ് ആടിപ്പോകാതിരിക്കുവാൻ, നിങ്ങൾക്ക് ആമേൻ ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിവരോടെ നിൽക്കുവാൻ, നിങ്ങളുടെ സകല പാപങ്ങളെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആമേൻ ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് ആഹ്വാനം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം ആമേൻ നിങ്ങൾ കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ വിശ്വസിക്കാതെ ആമേൻ സ്തോത്രം ഇനിയും പാപിയായി തന്നെ ജീവിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ പോകുന്ന സ്ഥലം പാതാളമാണ്, നരകമാണ്. നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ ആമേൻ നരകത്തിൽ ചെന്നുപെട്ടാൽ ആർക്കും കഴിയുകയില്ല. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതവാസം ആമേൻ ഏറെയായാൽ ആമേൻ 70, അതിൽ കവിഞ്ഞാൽ 80 മാത്രം. നീളുമായുസ് വളരെ ആമേൻ കഷ്ടവും പരിതാപകരമായ അവസ്ഥയായിരിക്കും. എന്നാൽ നിത്യതയിലാണെങ്കിലും പാതാളത്തിലാണെങ്കിലും നമ്മുടെ വാസം ആമേൻ 70, 80, 100 ഒന്നുമല്ല, യുഗായുഗം, നിത്യകാലം. ആമേൻ നാം നരകത്തിൽ ആമേൻ തള്ളപ്പെടുമ്പോൾ അവിടെ ചിലവഴിക്കേണ്ടി വരും. അവിടെ കരച്ചിലും കണ്ണുനീരും നിരാശയും ഒക്കെ ആയിരിക്കും, ഇരുട്ടായിരിക്കും. ആമേൻ സ്തോത്രം. വേദന ആമേൻ സ്തോത്രം അല്പവും കുറവുണ്ടാവുകയില്ല. എന്നാൽ സ്വർഗത്തിൽ ഹല്ലേലൂയ സന്തോഷമായിരിക്കും, ആമേൻ വെളിച്ചമായിരിക്കും, ഹല്ലേലൂയ ആമേൻ ആനന്ദമായിരിക്കും, പാട്ടുകളായിരിക്കും, സ്തുതി സ്തോത്രങ്ങളായിരിക്കും. ആമേൻ വിശക്കയില്ല, ദാഹിക്കയില്ല. ഹല്ലേലൂയ, നിത്യകാലം നാം സ്വർഗത്തിൽ ആമേൻ സ്തോത്രം സന്തോഷിപ്പാനിടയായിത്തീരും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഒരു മാറ്റം ആമേൻ ഉണ്ടാകുവാൻ, മാനസാന്തരം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ആമേൻ, ഞങ്ങൾ അത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദേശത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, മാന്യ ശ്രോതാക്കൾക്ക് ആമേൻ സ്തോത്രം ക്രിസ്തയേശുവിലുള്ള ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ, നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളിവിടെ കടന്നു വന്ന സമയം മുതൽ ഞങ്ങളുടെ ഈ സുവിശേഷ ആമേൻ പരസ്യയോഗത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ആമേൻ എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും, വാഹനമോടുന്ന ഡ്രൈവേഴ്സ്, ഇതുവഴി വഴിയാത്രക്കാരായി ഞങ്ങളെ ശ്രദ്ധിച്ചവർ, ഭവനങ്ങളിലും കടത്തിണ്ണകളിലുമൊക്കെ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും ലിവിൻ ബേ മിനിസ്ട്രിയുടെ പേരിൽ ആമേൻ സ്തോത്രം ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെയും നന്ദിയെയും വീണ്ടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്നുവോ, ഏത് ഭാരത്തിലായിരിക്കുന്നുവോ, നിങ്ങളുടെ സകല പ്രശ്നത്തിനും യേശു കർത്താവ് മതിയായവനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞങ്ങളോട് ചേർന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയുടെ സായം വേളയിൽ പല ജംഗ്ഷനുകളിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനവും സാക്ഷ്യവുമായി ആമേൻ സ്തോത്രം പലരെയും ആശ്വസിപ്പിക്കുവാനായി ഗാനങ്ങളുമായി
ഞങ്ങളുടെ ലിവിൻ വേ മിനിസ്ട്രിയുടെ ടീമിന് കടന്നു പോകുവാനിടയായി തീർന്നു. ഒടുവിലായി ഈ പട്ടണത്തിലും ഞങ്ങൾക്ക് കടന്നു വരുവാനിടയായി തീർന്നല്ലോ. ഞങ്ങളിവിടെ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും പലയിടങ്ങളിലായിരുന്നു കൊണ്ട് വഴിയാത്രക്കാരായി ഇവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരി സുഹൃത്തുക്കളായി വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, ഇങ്ങനെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതായ സകല പ്രശ്നങ്ങൾക്കും എൻ്റെ കർത്താവ് മതിയായ ദൈവമാണല്ലോ. ആമേൻ. തൊഴിൽ പ്രശ്നങ്ങളിൽ ആമേൻ ഭാരപ്പെട്ടിരിക്കുന്നവർ, കടഭാരങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർ, മറ്റ് കർത്താവെ ഉപജീവന മേഖലകളിൽ യാതൊരു നന്മയും കാണുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നവർ, ഔദ്യോഗിക ജോലി കാര്യാദികൾ നോക്കുന്നവർ, ആരോഗ്യ പ്രവർത്തന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, എല്ലാവർക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ദേശത്തെ ദൈവമോടൊന്ന് സൂക്ഷിക്കണമേ. ആപത്തുകൾ, അനർത്ഥങ്ങൾ കൂടാതെ, അനിഷ്ട സംഭവങ്ങൾ കൂടാതെ, സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ ഒന്നുമില്ലാതെ സ്വൈരമായ ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം, സമാധാനത്തോടുകൂടിയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഈ പട്ടണത്തെയും പട്ടണവാസികളെയും ദൈവം അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാർദ്ധക്യ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. അവരുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലാണോ അവർ ഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് രോഗത്തിലാണോ അവർ ആമേൻ സ്തോത്രം അവരുടെ സമ്പത്ത് മുഴുവനും ചിലവഴിച്ച് അതിനൊരു പരിഹാരം കാണാതിരിക്കുന്നു, അവരുടെ സകല പ്രശ്നത്തിനും അങ്ങ് മതിയായ ദൈവമാണല്ലോ. അങ്ങ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങയെ അറിയുവാൻ, വിശ്വസിക്കുവാൻ, അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയിലൂടെയുള്ള വിടുതൽ പ്രാപിപ്പാൻ സ്വർഗമിടയാക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ടീമിനെ പിന്നെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേക ഇടങ്ങളിൽ ഇനിയും അവിടുത്തെ മഹത്വമുള്ള സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ. കർത്താവ്, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും, ഇവിടെ പ്രസ്താവിക്കപ്പെട്ട തിരുവെഴുത്തുകളോട്, ഈ ദേശത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ഞങ്ങളുടെ സ്നേഹിതരോടും, ഈ മിനിസ്ട്രിയോടും, ഭൂലോകത്തിൽ എമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നാളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു കർത്താവ് മുഖാന്തരം ചെയ്ത് നൽകിയ ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.